നമസ്കാരം. രായിവണ്ണന്റെ വസ്തുനിഷ്ഠ ഘടകവും ആത്മനിഷ്ഠ ഘടകവും കൂടിക്കുഴഞ്ഞ് വിഷയദാരിദ്ര്യത്തിൽ ലയിച്ചപ്പോൾ അതിഭയങ്കരമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ദിവസവും വന്നിരുന്ന് മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ വിഷയങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കിട്ടിയതിൽ അങ്ങ് പിടിച്ചേക്കാം. രായിവണ്ണ, റെഡി, 1, 2, 3, ആക്ഷൻ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ അമ്മോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മക്കൾക്ക് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി നല്ല ഇഷ്ടമാണ്. അതിന് അണ്ണന്റെ മുട്ടക്കറി നല്ലതാണെങ്കിൽ അണ്ണനും അണ്ണന്റെ കുടുംബത്തിനും കൊള്ളാം. മുന്നിൽ മൈക്ക് നിരത്തി വെച്ചത് ഞങ്ങളോട് പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, ഇത് കണ്ടിന്യൂസ് ആയിട്ടാണല്ലോ പറയുന്നത്. ഏത് കണ്ടിന്യൂ വയസ്സിന്റെ കാര്യം അണ്ണൻ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞില്ലേ, പരമ്പരാഗത രുചികൾ അമ്മമാർ അടുത്ത തലമുറയ്ക്ക് കൂടി കൈമാറണമെന്ന്. ആ കാര്യമാണ് വലിയ ഗൗരവത്തോടെ ഇരുന്ന് വിശകലനം ചെയ്യുന്നത്. 1-ാം ഭാഗം, 2-ാം ഭാഗം, അതിൻ്റെ തുടർച്ച. അണ്ണൻ ഒന്നുകൂടി ഇരുത്തി ശ്രമിച്ചാൽ ഒരു പോരാളി ഷാജിയിലേക്കുള്ള ദൂരം അധികം ഇല്ല. വിവാഹം കഴിച്ചു വരുമെന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് പുരുഷന്മാരും വീട്ടിലേക്ക് വരുന്നില്ലേ? പെൺകുട്ടികൾ വിവാഹം കഴിച്ച് പുരുഷന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നോ? എന്നാ അണ്ണന് പറ്റിയേ? കുറച്ചുകൂടൊക്കെ നന്നായിട്ട് വിവരദോഷം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നല്ലോ. ആത്മനിഷ്ഠ ഘടകത്തിൽ മുട്ടക്കറി ലയിച്ചപ്പോൾ ആകെ കയ്യിന്ന് പോയി കേട്ടോ. VD സതീശനെ വിമർശിക്കുകയും വേണം, വിമർശിക്കാൻ കയ്യിൽ ഒന്നും ഇല്ലതാനും. നാട്ടുകാരോട് എന്തെങ്കിലും 4 കുന്നായ്മ വിളിച്ച് പറയാതെ നിവൃത്തിയില്ല അവസ്ഥ. സ്ത്രീകൾ മാത്രമേ വീട്ടിലേക്ക് വരണുള്ളൂ. ഒരു വീട്ടിലേക്ക് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ വരും, കൊച്ചുകുട്ടികൾ വരും, ചിലപ്പോൾ പൂച്ചയോ പട്ടിയോ കോഴിയോ ഒക്കെ കയറി വരും. അണ്ണന്റെ പ്രശ്നം എന്താ ഇപ്പോ? പെൺകുട്ടികൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വരുന്ന പുരുഷന്മാരുണ്ട്. അവർക്കും ഈ റെസിപ്പി പറഞ്ഞു. അതായിരുന്നോ പ്രശ്നം? കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ നിന്ന് വല്ലപ്പോഴും മരുമകനും മോളും വീട്ടിലേക്ക് വരുമ്പോൾ മരുമകനെ ഇരുത്തി നല്ല നല്ല റെസിപ്പികൾ അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അത്രയല്ലേ ഉള്ളു കാര്യം. അതിനണ്ണൻ ഇത്രയും കിടന്ന് മസിൽ പിടിക്കുന്ന എന്നാത്തിനാ? അല്ലെങ്കിൽ തന്നെ VD സതീശൻ പറഞ്ഞില്ലല്ലോ ആണുങ്ങളെ റെസിപ്പി പഠിപ്പിക്കരുതെന്ന്. സാധാരണയായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് വീടുകളിൽ കൂടുതലായും സ്ത്രീകൾ പാചകം ചെയ്യുന്നതാണ്. അണ്ണനായാലും അണ്ണന്റെ അമ്മ ഉണ്ടാക്കിയ മുട്ടക്കറിയുടെ സ്വാദല്ലേ നാക്കിൽ നിൽക്കുന്നത്. അച്ഛൻ ഉണ്ടാക്കിയ മുട്ടക്കറി അല്ലല്ലോ. അപ്പൊ ആ ഒരു പോയിന്റാണ് VD സതീശൻ പറഞ്ഞത്. അമ്മമാര് തങ്ങളുടെ പാചക വൈദഗ്ധ്യം മക്കളിലേക്ക് കൂടി കൈമാറണം, അല്ലെങ്കിൽ മരുമക്കളിലേക്ക് കൂടി കൈമാറണം. മക്കൾ എന്നതിൽ ആൺമക്കളും പെൺമക്കളും ഉൾപ്പെടും എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അണ്ണ. അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അണ്ണ. അണ്ണൻ ഇരുന്ന് വിശകലനം ചെയ്യാൻ വേറെ വിഷയം ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ഇറാൻ ഇസ്രായേൽ അമേരിക്ക പ്രശ്നം എടുത്തു വെച്ച് സംസാരിക്കാൻ വയ്യായിരുന്നോ? ലോകത്ത് തന്നെ എത്രയോ പ്രധാനപ്പെട്ട ഷെഫുമാരെല്ലാം തന്നെ പുരുഷന്മാരാണല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ കാണുന്നുണ്ടല്ലോ സമരമുഖത്ത് ഉറച്ചു. ചേടാ, പുരുഷന്മാര് പാചകം ചെയ്യില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു ഇവിടെ? പെണ്ണുങ്ങളെ പാചകത്തിന് മാത്രമേ കൊള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു ഇവിടെ? ഇതെല്ലാം ഇപ്പൊ ഇരുന്ന് പറയുന്നത് നിങ്ങളാണ്. ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വിശാലമായിട്ട് അങ്ങ് മെഴുകിയാൽ എങ്ങനെയാണ? സ്ലിപ്പ് ഓഫ് ടങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന സത്യസന്ധതയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. അതിനിപ്പോ ഇവിടെ ആർക്ക് എവിടെ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടായി? കല്ലും മുള്ളും കാലിക്കുത്ത എന്ന് മൈക്കിൽ കൂടെ 8 നാടും പൊട്ടെ വിളിച്ചു കൂവിയ മുൻ മുഖ്യമന്ത്രി സ്ലിപ്പ് ഓഫ് ടങ്ങിന്റെ കാര്യം മിണ്ടിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ സത്യസന്ധതയുടെ കാര്യം പറയുകയേ വേണ്ട. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ സത്യസന്ധതയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ അണ്ണൻ അറിയാം അല്ലേ? അതത്ര വ്യക്തമാക്കിയാൽ അദ്ദേഹത്തിന്റെ തിളക്കൊന്നുകൂടി കൂടില്ലേ? VD സതീശൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോണം കേട്ടോ. മുഖ്യമന്ത്രിയുടെ തിളക്കം കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് അണ്ണൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് പ്രകാരം ചെയ്തതിൻ്റെ പുറത്ത് മുൻ കരിഞ്ഞ സൂര്യന്റെ തിളക്കം വല്ലാതെ കൂടിക്കിടന്ന് തിളച്ചായിരുന്നു. അത് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ കുടുംബഘടനയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടല്ലോ. അത് ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാറി വരാൻ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നിലനിന്നു വരുന്ന കുടുംബഘടനയിൽ മാറ്റം ഉണ്ടാക്കാൻ ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന് കഴിയും എന്നാണ് അണ്ണൻ അഭിപ്രായപ്പെടുന്നത്. പിണറായി വിജയൻ കുറേ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി അങ്ങനെ കുറേ ഘടന ഇവിടെ മാറ്റിയതാണ്. നാക്കുകൊണ്ട് കേരളത്തിലെ അതിദാരിദ്ര്യം തുടച്ചു മാറ്റിയില്ലായിരുന്നോ? നാക്കുകൊണ്ട് കേരളത്തെ വികസിപ്പിച്ചില്ലായിരുന്നോ? അങ്ങനെ നാക്കാലും വാക്കാലും പിടിച്ചു നിന്ന് കാലം കഴിച്ച ഇരട്ടച്ചങ്കന്റെ അനുയായിയായിരുന്നു പറയുന്നത്. അതുകൊണ്ട് VD സതീശൻ ശ്രദ്ധിച്ച് ഇതൊക്കെ കേൾക്കണേ. ഇവർക്കൊക്കെ ഇത്രയും തരം താഴാൻ കഴിയുമെന്നാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അല്ല, ഇപ്പൊ ഇതിനൊക്കെ പിന്നിലുള്ള വസ്തുത എന്താണെന്ന് ദൈവത്തിനറിയാം. ദിവസവും ഇങ്ങനെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ വല്ല സ്ഥാനവും ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടല്ലോ. അങ്ങനെ ആണെങ്കിൽ ഓക്കെ അണ്ണ, എങ്ങനെങ്കിലും പിഴച്ചു പോ.
ഏതായാലും ഒരു യഥാർത്ഥ പ്രതിപക്ഷം എങ്ങനെ ആയിരിക്കണം എന്നത് ആളുകൾക്ക് ഇവരിൽ നിന്ന് കണ്ടു പഠിക്കാം കേട്ടോ. പാചകം മക്കളെ കൂടി അമ്മമാർ പഠിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ അതിനെ എടുത്തു വെച്ച് കീറി മുറിച്ച് പരിശോധിച്ച് വളരെ ഗൗരവമായിട്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ പത്രസമ്മേളനം നടത്തി സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്ന പ്രതിപക്ഷം. കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാണല്ലോ ഇത്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒരു ക്രിയാത്മക നിർദ്ദേശത്തെ വക്രീകരിച്ച് പ്രഭാഷണം നടത്തിയതിലൂടെ ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ അതിദയനീയമായ തരം താഴൽ മാത്രമാണ് നാട്ടുകാർക്ക് മുന്നിൽ വ്യക്തമായത്. സ്വയം ബുദ്ധിജീവി ചമഞ്ഞിട്ട് കാര്യമില്ലണ്ണ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. പിന്നൊരു കാര്യമാണ്, ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല ഇതിനെയൊക്കെ ഇങ്ങനെ വക്രീകരിക്കുന്നത്. കിട്ടിയതൊരു വാക്ക് അതിട്ടങ്ങ് ഷോ നടത്തിയേക്കാന്ന് കരുതി. കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് എണ്ണം കാണിച്ച ഒരു ഷോ ഓരോ പെറ്റ തള്ള സഹിക്കൂല. ഉറങ്ങുന്നവരെയല്ലേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. ഏതായാലും ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം കണ്ട് ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ ശ്രമിച്ചതിലൂടെ ഉണ്ടായ പരാജയം മാത്രമാണ് ഇപ്പോൾ രാജീവണ്ണൻ ഉണ്ടായത് എന്ന് തൽക്കാലം എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക. മനസ്സിലായല്ലോ? ഏറ്റ വലിയ പരാജയത്തിൻ്റെ പ്രഹരത്തിൽ നിന്ന് ഇതുവരെ ഇവരാരും മോചിതരായിട്ടില്ല. അതാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തോറ്റതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതാ ഈ പരിപാടി. ശരിയാകാൻ ഇനിയും സമയമെടുക്കും, നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. എന്തായാലും രാജീവണ്ണ മുട്ടക്കറിയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഇടണം കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, അണ്ണൻ അറിയാവുന്ന എല്ലാ റെസിപ്പികളും നാട്ടുകാരിലേക്ക് പകർന്നു തരണേ. ഇത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ വിപരീതകാലേ വിനാശബുദ്ധി എന്ന ചൊല്ല് രാജീവണ്ണൻ ഉൾപ്പെടെയുള്ള കമ്മി ബുദ്ധികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെളിവാദ്യങ്ങൾ.